നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ഇന്നലെ CSKയോട് ചെപ്പോക്കിൽ നല്ല വൃത്തിക്ക് പൊട്ടിയ മുംബൈ ഇന്ത്യൻസ് IPL നിന്ന് പുറത്തായി കഴിഞ്ഞുവോ? പലരും അത്തരത്തിൽ ഇപ്പോൾ വാർത്തകളൊക്കെ കൊടുക്കുന്നുണ്ട്. മുംബൈ ഇന്ത്യൻസ് എലിമിനേറ്റഡ്. എന്താണ് യാഥാർത്ഥ്യം? മുംബൈക്ക് ഇനി മുന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ടോ? അതുപോലെ ഓരോ ടീമിൻ്റെയും പ്ലേ ഓഫ് സെനാരിയോ എങ്ങനെയാണ്, എത്രത്തോളം സാധ്യത, ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പരിശോധിക്കുന്നത്. നിങ്ങൾക്കറിയാലോ, 9 കളി 4 പോയിന്റ്, 7 കളി പൊട്ടി 2 ജയം. മുംബൈ ഇന്ത്യൻസ് 9ാം സ്ഥാനത്താണ്. -0.803 അവരുടെ നെറ്റ് റൺ റേറ്റ് നിൽക്കുന്നത്. കഴിഞ്ഞ 5 കളികൾ എടുത്താൽ ഒരേ ഒരു ജയം എന്ന രൂപത്തിലാണ് മുംബൈ ഇന്ത്യൻസ് നിൽക്കുന്നത്. ഇനി എന്ത് ശരിക്കും പറഞ്ഞാൽ ടോപ്പ് 4 PBKS 8 കളി 13 പോയിന്റ്, RCBക്കും SRHനും RRനും 12 വീതം പോയിന്റുകൾ അവരെ പിടിച്ചുകൊണ്ട് മുംബൈ ഇന്ത്യൻസിന് ഇനി പ്ലേ ഓഫ് എത്താൻ പറ്റുമോ? ചുരുക്കി പറഞ്ഞാൽ ഇനി മുഴുവൻ കളിയും മുംബൈ ജയിച്ചെന്ന് കരുതുക. മുംബൈക്ക് 14 പോയിൻ്റാണ് അപ്പം ആവുക. ഇനി അവർക്ക് 5 കളിയുണ്ട്, 5ഉം ജയിച്ചാൽ 14 പോയിന്റ്. അതേസമയം രാജസ്ഥാൻ അടുത്ത കളി ജയിച്ചാൽ അവർക്ക് 14 പോയിന്റ് ആയി. അതാണ് പ്രശ്നം. ബാക്കി കളിയൊക്കെ രാജസ്ഥാൻ തോൽക്കണം. SRH അടുത്ത കളി ജയിച്ചാൽ അവർക്ക് 14 പോയിൻ്റായി. RCBക്ക് അതാണ് അവസ്ഥ. PBKSന് അടുത്ത കളി ജയിച്ചാൽ അവർക്ക് 15 പോയിൻ്റായി. അവർക്ക് 6 കളികൾ ഇനി ബാക്കിയുണ്ട്. സോ ടോപ്പ് 4 എങ്കിലും പിടിക്കണമെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ ടോപ്പ് 4ൽ രാജസ്ഥാൻ റോയൽസാണ് അവസാനത്തെ കളിയൊക്കെ തോറ്റ് 10 കളി 12 പോയിൻ്റ് എന്ന രൂപത്തിൽ നിൽക്കുന്നത്. അപ്പോൾ മുംബൈ എല്ലാ കളികളും ജയിച്ച് മറ്റുള്ളവരൊന്നും മുന്നോട്ട് പോകാതിരിക്കുകയും രാജസ്ഥാൻ എല്ലാ കളികളും തോൽക്കുകയും ചെയ്താൽ എന്തെങ്കിലും സാധ്യത ബാക്കിയുണ്ട്. മാത്തമാറ്റിക്കലി സാധ്യതയുണ്ടെന്ന് അർത്ഥം. പക്ഷെ പ്രാക്ടിക്കലി നമ്മൾ ചിന്തിക്കുമ്പോൾ അങ്ങനെ വേണമല്ലോ, സാമാന്യ ബുദ്ധി വെച്ച് ചിന്തിക്കുമ്പോൾ മുംബൈ പുറത്തായി എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ ഒഫീഷ്യലി മാത്തമാറ്റിക്കലി അവർ പുറത്തായിട്ടില്ല. മുംബൈക്ക് ഇനിയുള്ള കളി നോക്കണം. അടുത്ത കളി LSG, അത് താഴെ നിൽക്കുന്ന ടീമാണ്. പിന്നെ RCBക്കെതിരെ ഒമ്പൻ കരുത്ത് നിൽക്കുന്ന ടീമിനോട് എന്ത് ചെയ്യും എന്നുള്ളത് കണ്ടറിയണം. പിന്നെ PBKSനോട്, മറ്റൊരു കരുത്തുറ്റ ടീമിനോട്, പിന്നെ KKRനാണ് പിന്നൊരു എതിരാളി, പിന്നുള്ളത് RR ആണ്. അപ്പോൾ ഈ ടോപ്പ് 4ൽ നിൽക്കുന്ന ടീമുകളിൽ RRനോട് മാത്രമേ മുംബൈക്ക് കളിയുള്ളൂ എന്ന് കാര്യം നോക്കുക. മുംബൈ എല്ലാ കളിയും ജയിച്ചാലും മറ്റുള്ളവരെ ബാധിക്കില്ല, RRനെ മാത്രമേ അത് ബാധിക്കുന്നുള്ളൂ. സോ 4th സ്പോട്ട് എന്നുള്ളത് സ്റ്റിൽ ഒരു സാധ്യതയാണ്. പക്ഷെ അത് വളരെ സ്ലിം സാധ്യതയാണ്. നിലവിലെ അവസ്ഥയിൽ അവർ മുന്നോട്ട് പോകാൻ പ്രാക്ടിക്കലി ചിന്തിക്കുമ്പോൾ വഴി നമ്മൾ കാണുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നെ മുൻകാല കണക്കുകളും മറ്റുമൊക്കെ വെച്ച് ഒന്ന് നോക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഈ 10 ടീമുകൾ കളിക്കുന്ന IPLൽ പലപ്പോഴും 16 പോയിന്റ് നേടിയ ടീമുകളാണ് മുന്നോട്ട് പോകുന്നത് നമ്മൾ കാണുന്നത്. ഇതിൻ്റെ മുമ്പത്തെയൊക്കെ കണക്കുകൾ അങ്ങനെയാണ്. അതേസമയം മുംബൈക്ക് 14 പോയിന്റിലേക്ക് എത്താനേ പറ്റുള്ളൂ. 10 ടീമുകൾ കളിക്കുന്ന IPL എന്ന് പറഞ്ഞാൽ 2011 10 ടീമുകൾ കളിച്ചു. പിന്നെ 2022, 23, 24, 25 ഈ സീസണുകളിലൊക്കെ അറ്റ്ലീസ്റ്റ് 16 പോയിന്റെങ്കിലും എത്തിയെങ്കിലേ പ്ലേ ഓഫ് എത്തുന്നത് നമ്മൾ കാണുന്നുള്ളൂ. മുംബൈക്ക് എല്ലാ കളിയും കളിച്ചാൽ ഇനി 14 പോയിന്റ് എത്തുകയുള്ളൂ. 14 പോയിന്റിൽ പ്ലേ ഓഫിലെത്തിയൊരു ടീം അതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ടോ ഈ 10 ടീമുകൾ കളിക്കുന്ന IPL എന്ന് ചോദിച്ചാൽ അത് 2024 RCB എത്തിയത് മാത്രമാണ്. സോ വളരെ സ്ലിം ആയിട്ടുള്ളൊരു സാധ്യത ഉണ്ട്. അത് വെച്ച് വേണമെങ്കിൽ ആരാധകർക്ക് അങ്ങനെ സ്വപ്നം കാണാം. ഇൻ റിയാലിറ്റി അത് സംഭവിക്കാനുള്ള സാധ്യത തുലോം കുറവാണ്. ഇനി നമ്മൾ നോക്കിയാണ് ഓരോ ടീമിനും മുന്നോട്ട് പോകാൻ ഇനി എന്തു വേണം, പ്ലേ ഓഫ് ഉറപ്പിച്ച് മുന്നോട്ട് പോകാൻ 4ാം സ്ഥാനമെങ്കിലും കിട്ടാൻ എന്ത് വേണം എന്നുള്ളതാണ്. പഞ്ചാബ് കിങ്സിന് ഇനി 6 കളികളുണ്ട്. അതിൽ 2 എണ്ണം ജയിച്ചാൽ തന്നെ അവർ പ്ലേ ഓഫ് 100% ഉറപ്പിക്കും. SRHന് ഇനി 5 കളികളുണ്ട്. അവർക്ക് 2 എണ്ണം ജയിച്ചാൽ അവർക്ക് പ്ലേ ഓഫ് ഉറപ്പിക്കാം. രാജസ്ഥാൻ റോയൽസിന് 4 കളികളുണ്ട്. 2 എണ്ണം ജയിച്ചാൽ പ്ലേ ഓഫ് ഉറപ്പിക്കാം. RCBക്ക് 5 കളികളുണ്ട്. 2 എണ്ണം ജയിച്ചാൽ പ്ലേ ഓഫ് ഉറപ്പിക്കാം. ഇപ്പോൾ ടോപ്പ് 4ലുള്ള ഈ ടീമുകളുടെ സാധ്യത തന്നെയാണ് ഏറ്റവും അധികം ഉള്ളത്. ഗുജറാത്ത് ടൈറ്റൻസിന് 5 കളികളുണ്ട്. 3 എണ്ണം ജയിച്ചാൽ പ്ലേ ഓഫ് ഉറപ്പിക്കാം. ഡൽഹി ക്യാപിറ്റൽസിന് 5 കളികളുണ്ട്. 4 എണ്ണെങ്കിലും ജയിച്ചാൽ പ്ലേ ഓഫ് ഉറപ്പിക്കാം. CSKക്ക് 5 കളികളുണ്ട്. അതിൽ 4ഉം ജയിക്കണം. അപ്പോൾ CSKക്ക് ഇനിയും സാധ്യതയുണ്ട്. KKRന് 6 കളികളുണ്ട്. അതെല്ലാം വിജയിച്ചാൽ ഒരു ചെറിയ സാധ്യത ഉണ്ട്. LSGക്ക് 6 കളികളുണ്ട്. എല്ലാം ജയിച്ചാൽ ഈ പറഞ്ഞ പോലെ മാത്തമാറ്റിക്കൽ സാധ്യത ബാക്കിയുണ്ട്. ബട്ട് ഇൻ റിയാലിറ്റി മുംബൈ ഇന്ത്യൻസ് എലിമിനേറ്റഡ് ഫ്രം IPL എന്ന് പറയേണ്ടി വരും. ഇതൊക്കെ മിനിമം 16 പോയിന്റ് കിട്ടേണ്ട കണക്ക് വെച്ചുകൊണ്ടങ്ങ് പറയുന്നതെന്നുള്ളൂ. പിന്നെ ശരിക്കും പറഞ്ഞാൽ സാധ്യത നോക്കിയാൽ PBKS പ്ലേ ഓഫിലെത്താനുള്ള സാധ്യത 98%. RCBയുടേത് 94%. SRHൻ്റേത് 92%. രാജസ്ഥാൻ റോയൽസിൻ്റേത് 84%. പിന്നെ GT 75%. CSKയും ഡൽഹി ക്യാപിറ്റൽസും 65% വീതം സാധ്യത. KKRന് 50% സാധ്യത.
LSCക്ക് 10%, മുംബൈ ഇന്ത്യൻസിന് 0. ഇതാണ് റിയാലിറ്റി. നിങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാവും, കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്താം. ആരോഗ്യകരമായ ക്രിക്കറ്റ് ചർച്ചകളുമായി മുന്നോട്ട് പോകാം. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.